നൂറുൽ ഉലമ മഹനീയ താരങ്ങൾ താങ്ങായി തണലും വെളിച്ചമേകിയ ഉന്നത നേതാക്കൾ ഇന്നീ ഭൂമിയിൽ ആത്മീയമായി അവരുണ്ട് കൂടെ. ഇനിയും തിരേന വളർന്നിടാനായി അവരുണ്ടിവിടെ. ഇന്നീ ഭൂമിയിൽ ആത്മീയമായി അവരുണ്ട് കൂടെ. ഇനിയും തിരേന വളർന്നിടാനായി അവരുണ്ടിവിടെ. സ്നേഹസഞ്ചാരങ്ങൾ ഇനിയും തുടരും പ്രയാണം. സ്നേഹസഞ്ചാരങ്ങൾ ഇനിയും തുടരും പ്രയാണം. സദിയ സദിയ സദിയ. വളരെയധികം ദുഃഖത്തിലും വിഷമത്തിലും ആണ്. അത്രയും വേണ്ടപ്പെട്ട നേതാക്കളാണ് രണ്ട് നേതാക്കൾ. ബഹുമാനപ്പെട്ട താജുകളുടെയും അംബേദ്കർ എൻ്റെ മുൻകാണ്. പല വഴികാട്ടുകളും ഉപദേഷ്ടാക്കളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രണ്ട് പേരുടെ അനുസ്മരണത്തിൽ സംബന്ധിക്കൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമുള്ള അനിവാര്യതയുള്ള ഒരു സംഭവമാണ്. പക്ഷേ ആരോഗ്യകരമായ ശ്രമം കൊണ്ട് എത്താൻ സാധിക്കാത്തത് ഞാൻ ഇരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ക്ഷമിക്കണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെടും. മാതൃകയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടന ശക്തിപ്പെടുത്താനും അത് നേരെ നിർത്താനും ഈ രണ്ട് മഹാകുട്ടികൾ താജുകളുടെയും നിർണയത്താവും അധ്വാനിച്ച അധ്വാനവും പ്രവർത്തനവും വളരെയധികം പ്രശംസനീയമാണ്. അവർ രണ്ടും തന്നെയാണ് ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശത്തിൽ സമസ്ത കേരള ജമീയത്തുലമയുടെ ആശയ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ ശക്തിപ്പെടുത്തുകയും അവർക്ക് എല്ലാവിധ ശക്തികളും വിവരങ്ങളും നൽകുകയും ചെയ്തതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഈ രണ്ട് മഹല്ലുകളാണ് എന്ന് സംശയമില്ല. ജാമിയ സഅദിയ കേരളത്തിൽ ആദ്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ബിരുദധാരി പഠിച്ചിറങ്ങിയ ധാരാളം സാധികൾ ഇന്നും മീനിന് അദ്ദേഹത്തിന്റെ പ്രവർത്തനം 24 മണിക്കൂറിൽ എത്ര സമയം ഖുർആനോദണം, എത്ര സമയം സ്വലാത്തിലേക്കണം, എത്ര സമയം സംഘടനാ പ്രവർത്തനം നടത്തണം, ഇതെല്ലാം കൃത്യമായി നിശ്ചയിച്ച് പരിപാടി ചെയ്യുന്നത് വരെയായി അവിടുത്തെ പ്രവർത്തനം. ബഹുമാനപ്പെട്ട താജുകളാവട്ടെ ഓരോ ദിവസവും അവിടുന്ന് തെറ്റി വരാനുള്ള ബഹുമാനപ്പെട്ട തങ്ങളുടെ വിരുദ്ധകളായി അതിന് വേണ്ടി കാണുന്നു തെറ്റാതെ ഏത് സമയത്തും സൂക്ഷിച്ചു വന്നു എന്നത് നമുക്ക് മനസ്സിലാക്കിയുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് വിരമിക്കുന്ന വിദ്യാർത്ഥികളോടും സഹപ്രവർത്തകരോടും ജനങ്ങളോടും എല്ലാം പറയാനുള്ളത് ഈ മഹല്ലുകളുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ഈ കേരളത്തിൽ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്നും
അവലസുന്ന നാം മനസ്സിലാക്കരുത്. ഇത് വാശിക്ക് വേണ്ടിയോ തർക്കത്തിന് വേണ്ടിയോ പറയേണ്ടുന്ന ഒരു വിഷയം അല്ല. നമ്മുടെ ഈമാൻ സലാമത്താകാൻ മരിക്കുന്ന സമയത്ത് മുസ്ലിമായി ശരിക്കും മുസ്ലിമായി മരിച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള അധികാരിയുടെ ഈ ലോകത്തോട് യാത്ര പറയാൻ സാധിക്കലാണ് നമ്മുടെ പ്രവർത്തനം. നമുക്ക് കാണിച്ചു തന്ന നേതാക്കൾ എന്ന നിലക്ക് ഇന്ന് നാം അനുസരിക്കുന്ന രണ്ട് നേതാക്കളെ നമുക്ക് അംഗീകരിക്കാൻ അത് എല്ലാ ജനങ്ങളോടും ജാമ്യാസാധ്യതയും അതിൻ്റെ പദ്ധതിയോ വിജയിപ്പിക്കാൻ എല്ലാവരും സഹായിക്കണമെന്നും സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നമുക്കെല്ലാവർക്കും അഭ്യർത്ഥിയായി ഉറച്ചു നിൽക്കാൻ തോന്നിക്കുവാറാകട്ടെ. ഈ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് സാമ്പത്തികമായും ശാരീരികമായും സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുത്താൻ രണ്ട് വീട്ടിലും വിജയം നൽകുന്നു. ഉറച്ചു നിൽക്കാനും ആ വഴിയിൽ ഈ സമൂഹത്തെ നയിക്കാനും പ്രതിജ്ഞ എടുത്തുകൊണ്ട് പരിശുദ്ധമായ സുന്നത്തിന്റെ ഭാഗത്ത് ആ ആദർശ പ്രസ്ഥാനം അതിനു വേണ്ടി ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനം വഹിച്ചുകൊണ്ട് നമ്മെ വഹിച്ച മഹാനായ ഇത് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങൾ അല്ലാഹു തആല അവരെ നമ്മളെയൊക്കെ അവരുടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. അവരുടെ അനുസ്മരണമാണ് നാം ഇവിടെ നടക്കുന്നത്. എന്നെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന മേഖലയിൽ ബാലപാഠം പഠിക്കാനുള്ള അവസരം ഈ വിനീതന് ലഭിച്ചത് തന്നെ എന്നെ ഉസ്താദിലൂടെയാണ്. യാതൊരു നിലയിലും ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ആ സംഘടനയ്ക്ക് രൂപകൽപ്പന നടത്തിയത്, ആ ലക്ഷ്യത്തിൽ നിന്ന് അണുവളവ് വ്യതിചലിക്കാനുള്ള ഏത് നീക്കവും പൂർണ്ണമായി എതിർക്കാനും തകർക്കാനും ആ ഹക്കായ വഴി ഈ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു വെക്കാനും ആ വഴിയിലൂടെ ഈ സമൂഹത്തെ നേർവഴിയിലൂടെ സഞ്ചരിപ്പിക്കാനും പ്രതിജ്ഞ എടുത്തുകൊണ്ട് അകവും പുറവും ഒന്നും നോക്കാതെ ആരുടെയും ഏതെങ്കിലും കൽപ്പനകളോ അല്ലെങ്കിൽ മഹത്തായ മാർഗം അവലംബിച്ച് ജീവിച്ച് ഹക്കിന്റെ അഹികാരായി മരിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. നാം അനുസ്മരിക്കുന്ന ആയിരുന്നാലും 100 ഉലമ 5 ഉലമ തുടങ്ങിയ ആ മഹത്തുക്കളുടെ എല്ലാം പദവി അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം സ്വർഗം പ്രാപിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അത് നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. ഏത് മേഖലയിലും നാം പ്രവർത്തിച്ചാൽ അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും. അതുകൊണ്ട് ആ വിഷയത്തിൽ കൂടി നമ്മുടെ എല്ലാവരുടെയും സജീവമായ ശ്രദ്ധയുണ്ടാകണമെന്നും സമ്മേളനത്തിന്റെ വിജയത്തിന് ആവശ്യമായ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെയൊക്കെ മനസ്സിന് അറിഞ്ഞ കഴിവുള്ള കുറിച്ച് നടത്തുക തന്നെ ചെയ്യാം. അതിനുള്ള മാറാകട്ടെ. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. നമ്മളുടെ എല്ലാ സന്ദേശങ്ങളും പൂർത്തീകരിക്കുമാറാകട്ടെ. എല്ലാ ദോഷങ്ങളും എല്ലാ വിഷമങ്ങളും തീർത്തിരുമാറാകട്ടെ. മാരകമായ രോഗത്തെ പ്രഭാവം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ
ഈ സമ്മേളനത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ജ്യേഷ്ഠൻ അബ്ദുറഹ്മാൻ രാജീവ് മറ്റു കുടുംബക്കാരുടെ എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. ആദരവിന്റെ ചടങ്ങിലേക്ക് കടക്കുന്നു. പരമാഗ്രഹ സാധാത്തുക്കളെ, സെന്ത് വാങ്ങിയ പോകുന്ന പണ്ഡിതന്മാരെ, മഹാനായ എം എ ഉസ്താദ് ഈ സ്ഥാപനം ഇങ്ങനെ ആക്കി. ഇതിൻ്റെ മുമ്പ് ഒരു സ്ഥാപനം ടൗണിൽ ക്ഷണിയുന്ന ഒരു രീതി ഉണ്ടാകണം. അതിൻ്റെയാണ് ഇക്കുമത്ത് അമലിക്ക് അറിയിപ്പ് വേണം. അതിൻ്റെ പുറമെ അങ്ങനെ ഉണ്ടായാൽ ചിലവർ അങ്ങനെ ഉണ്ടാവും, ചിലവർ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞ് പോകുകയാണെങ്കിൽ അതിലും ഇല്ലത്തി ആശൻ പിന്നെ ചെയ്യാം. അപ്പോൾ പിന്നെ ഇക്കുമത്തി മൊബൈലത്തിൽ രസന, പിന്നെ നല്ല ഉപദേശം, പേടിപ്പിക്കുന്ന ഉപദേശം പറഞ്ഞിട്ട് സത്യം കൊള്ളെ ചിരിക്കുക. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ചിലവർ അങ്ങനെ പറഞ്ഞാലൊക്കെ ഉണ്ടാവും. അപ്പം ചെയ്യണം ജാതിലും ഇല്ലത്തി ആശൻ, അവരോട് അവർ പറഞ്ഞതിനേക്കാളും നല്ല തർക്കശാസ്ത്രം പഠിക്കണം. പഠിച്ചിട്ട് ചെയ്യാം, ഓരോ ഉത്തരം മുട്ടിക്കണം. സത്യം സത്യമായിട്ട് സ്ഥാപിക്കാനുള്ള തിറാണിത്തമാണ് ദായികൾക്ക്. ദൈവ എന്ന് പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യണം, നല്ല പഠിക്കണം. ബാത്തിലാക്കാൻ ഉള്ളതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബിയോട് സത്യം ചെയ്തു പറഞ്ഞു അല്ലേ, തങ്ങളെ ഹാക്കിമാക്കുന്നതിന് ഒരു മുമ്പിനാവില്ല. പിന്നെ തങ്ങളുടെ വിധിയിൽ അവർക്ക് ഒരു സംശയം ഉണ്ടാകാതെ നിൽക്കണവരെ മുമ്പിനാവില്ല എന്ന് അല്ലാഹു തആല റസൂലുള്ളാഹിയോട് പറഞ്ഞ സത്യം ചെയ്ത് പറയണത്. ആ രീതിയാണ് ഇവിടെ നമ്മുടെ ഉലമാക്കന്മാർ അല്ലാഹു റസൂൽ പറഞ്ഞ് എൻ്റെ അസ്യാബിമാർ പെണ്ണുജൂമി നക്ഷത്രം പോലെയാണ്. എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അവരോട് ആരോട് വിഭജിച്ചാലും നിങ്ങൾ ഇതായിട്ട് വരും എന്ന് അസ്യാബിമാരെ പറഞ്ഞിട്ടുണ്ട്. ആ അസ്യാബിമാരോട് വിഭജിക്കൊണ്ട സാബികൾ, പിന്നെ അവരോട് സാബികൾ, ഇങ്ങനെ വന്നിട്ട് 4 ഇമാമികൾ അവിടെ എത്തി. ആ 4 ഇമാമികൾ ഹക്കിൻ്റെ മേലാണ്. ഷാഫി ഇമാമി, അബൂ ഹനീഫ ഇമാമി, മാലിക് ഇമാമി, അഹ്മദ് നബി ഇമാമി, ഇവരെല്ലാം സത്യത്തിൻ്റെ മേലാണ്. സുന്നത്തിനെ സഹായിക്കാൻ. അപ്പം മുകളിൽ ചിന്തിച്ച് നോക്കുമ്പോൾ 3 പ്രാവശ്യം കണ്ട് പിന്നെ ചിന്തിച്ച് നോക്കുമ്പോൾ എന്താണ് എൻ്റെ അടുത്ത് സുന്നത്തിനെതിരെ അങ്ങനെ ചിന്തിച്ചിട്ട് ഖുർആൻ ഹദീസും പഠിച്ചിട്ട് കൊണ്ട് നോക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ സുന്നത്തിനെതിരിൽ മെഴുകുതിരത്തിൻ്റെ വാദമൊക്കെയാണ്. ആ മെഴുകുതിരത്തിൻ്റെ വാദത്തെ പറ്റിയിരുന്നു ആദ്യം മഹാനായ അശ്ശാരി ഇമാമി. അശ്ശാരി ഇമാമിൻ്റെ പാപ്പ ചെറുപ്പത്തിൽ ഒപ്പത്തായി പോയപ്പോൾ ആ ഉമ്മാനെ കെട്ടി ജുബായി എന്ന് പറഞ്ഞ ഒരു മെഴുകുതിരി അയാളെ കെട്ടീന്. പിന്നെ അയാളെ പഠിപ്പിച്ച് അയാൾക്ക് അരീബായി നടക്കലായിരുന്നു മാനവർക്കൾക്ക് പണി. അപ്പം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലീം ചെയ്ത് സത്യം കൊണ്ട് തിരിച്ചു. നല്ലൊരു മനസ്സിലാണല്ലോ. അവർ അബൂ മൂസ അശ്ശഅരി എന്ന് പറയുന്ന മഹാനായ സഹാബി അവരുടെ 7ാമത്തെ പുത്രനാണ്. അതിൽ അബൂൽ ഹസൻ അശ്ശഅരി. അപ്പം മുമ്പ് അശ്ശഅരി തങ്ങളെ അങ്ങനെ മുമ്പ് അക്കീദുണ്ടാക്കി. 50 അക്കീദ എന്ന് പറഞ്ഞ അക്കീദ മുമ്പുള്ള ഒരു ഗീതാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്ന് അല്ലാഹു മൗജൂദും ഖദീമും ബാക്കി എന്നുള്ള വാർത്തയിൽ നമ്മുടെ കിഫായത്തിലെ മഹാഭാരത കിതാബുകളിലൊക്കെ ഓതുന്ന ആ വാർത്തയുടെ അക്കീദകളും അതിൻ്റെ എതിരും അതിൻ്റെ ശരികളും ഒക്കെ പറഞ്ഞിട്ട് കിതാബുണ്ടാക്കി. അതാരാണ് അബൂൽ ഹസൻ അശ്ശഅരി റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ കണ്ട് പോകുന്ന കീഴ്പ്പെട്ടാണ് പോന്നിട്ട് ചെയ്ത്. പിന്നെ തരീഖത്തും അവിടെ എത്തിയപ്പോൾ ജുനൈദ് ബഗ്ദാദിന്റെ തരീഖത്ത് തരീഖും മുഖവ്വമൻ എന്ന് 10 കിതാബുകളെ പറയുകയാണ്. 10 കിതാബുകൾ ജുനൈദ് ബഗ്ദാദിന്റെ തരീഖ് എന്ന തരീഖാണ്. ജുനൈദ് ബഗ്ദാദി പറയാണ്, ഒരാളെ ശേഖാക്കണമെങ്കിൽ അവനോട് ഫിഖിന്റെ എല്ലാ ബാബുകളും പരീക്ഷിച്ചിട്ട് നമ്മുടെ സ്വഭാവം കണ്ടപ്പോൾ, സാരികളുടെ സ്വഭാവം കണ്ടപ്പോൾ അവരടങ്ങി ഇസ്ലാമെന്ന് പറഞ്ഞു. അത്രയും ദുഷ്ടരായ കൂട്ടക്കാർ സ്വഭാവം കണ്ടിട്ട് ചെയ്ത്
ദീൻ കൊണ്ട് അടങ്ങിയിട്ട് ഒരു ഇസ്ലാമൊക്കെ വന്ന് എന്നിട്ട് പിന്നെ എന്ത് ചെയ്ത് നമ്മുടെ ഇന്ത്യയിലൊക്കെ ചക്രവർത്തിമാരായിക്കളവർ മുഗൾ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ മുഗളിയാട് മംഗോളിയക്കാരാണ് മുഗളിയാട്. അപ്പം അങ്ങനെയൊക്കെ വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകാൻ കാരണമാവും എങ്ങനെ പിന്നെ ഹിക്മത്ത് കൊണ്ട് ജനിക്കുമ്പോൾ അങ്ങനത്തെ ഹിക്മത്ത് കൊണ്ട് ജനിക്കുന്ന കൂട്ടക്കാരാകാൻ നമ്മളൊക്കെ രണ്ട് തിരക്കടിച്ച് എടുക്കാനല്ല. പിന്നെ എന്ത് ചെയ്യണം, ശരിക്കും ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പിന്നെ പ്രചരിപ്പിക്കാനുള്ള ത്രാണിത്തം നിങ്ങൾ ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സർവാധന്യരായ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിത നേതൃത്വത്തിൽ അതുല്യ പണ്ഡിത നേതൃത്വം മഹാനായ റയീസുൽ ഉലമ ശൈഖുന ഉസ്താദ് സാദാത്ത് കുടുംബത്തിന് അനുസരിച്ച നേതൃത്വം അമീൻ ശരി പാപ്പങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ ദീർഘകാല പ്രിൻസിപ്പാളെ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട മാണിക്കോത്ത് ഉസ്താദ്, മറ്റ് മഹൽ വ്യക്തിത്വങ്ങൾ വരികളും കാണില്ല. അന്ന് സമസ്ത എന്താണ്, സുന്നി യുവജന സംഘം എന്താണെന്നൊക്കെ വിനീതൻ തിരിച്ചറിയുന്നതിന് മുമ്പ് ആ സുന്നി ടൈംസ് മറിച്ച് നോക്കുമ്പോൾ കാണുന്ന 3-4 പേരുകൾ ഓർക്കുകയാണ്. ഒന്ന് 2 അക്ഷരം എം.എ, മറ്റൊന്ന് PA അബ്ദുൽ മുസ്ലിയാർ, മറ്റൊന്ന് പരപ്പനങ്ങാട് ബയാനിയ പ്രസിഡന്റ് അബ്ദുൽ മുസ്ലിയാർ. ഈ 3 ലേഖനമില്ലാത്ത സുന്നി ടൈംസ് നന്നായി കുറവായി. ബുക്ക് ഡിപ്പോയിലൂടെ ആ ചെറുപ്പത്തിൽ കേൾക്കുന്ന പേരാണ് എം.എ. അഥവാ 1970, 74, 75 കാലഘട്ടങ്ങളിൽ സുന്നികൾക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് കുറെ കിതാബ് വായിക്കുക, അർത്ഥം വെക്കുക, പറഞ്ഞു കൊടുക്കുക എന്നതായും ഇന്നും പലയിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. സത്യത്തിൽ അതിന് ഉസ്താദുമാരുടെ ആവശ്യം ഇന്നില്ല. കാരണം ഇന്നതെല്ലാം അതിനേക്കാൾ ഭംഗിയായി നിർവഹിക്കാൻ ജെമിനിയും അതുപോലെ തന്നെ നോട്ട്ബുക്ക് എല്ലമും ധാരാളം ടൂൾസുകളുണ്ട്. ഉസ്താദ് പറഞ്ഞതിനേക്കാൾ ഏറെ വിശദീകരിക്കാൻ ChatGPTക്ക് കഴിയും. ഉസ്താദ് പറഞ്ഞ തെറ്റ് തിരുത്താൻ കുട്ടികളുടെ കൈവശം ChatGPT ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഉസ്താദുമാരുടെ ഡ്യൂട്ടി അർത്ഥം പറയലല്ല. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ഒരു ഡ്യൂട്ടി നമ്മുടെ മുമ്പിലുണ്ട്. അഥവാ അബ്ദുൽ നബി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്ത് വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ وتب علينا انك انت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم اياتك ويعلمهم الكتاب والحكمه ويزكيهم انك انت العزيز الحكيم. അബുൽ അംബിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ കഅബ പടുത്തുയർത്തിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ ഈ ഭവനം എല്ലാ കാലവും നിലനിൽക്കണം. ഈ ഭവനത്തിന്റെ സ്ഥാപനങ്ങൾ മഹാനായ നൂറുൽ എം.എ. ഉസ്താദ് സഅദിയെ പടുത്തുയർത്തിയപ്പോൾ ഈ പ്രാർത്ഥനയാണ്. ഹയാത്ത് കാലത്ത് മാത്രം നിന്നാൽ പോരാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹയാത്ത് കാലത്ത് മാത്രം നിന്നാൽ പോരാ. റബ്ബന വഅബ്അഥ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയഅല്ലിമുൽ കിതാബ വൽ ഹിക്മത വയസക്കീഹിം എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. എന്നാൽ ഇതിന് മറുപടിയായി അല്ലാഹു തആല പല സ്ഥലങ്ങളിൽ വല്ലദീ ബഅഥ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയസക്കീഹിം വയഅല്ലിമുൽ കിതാബ വൽ ഹിക്മ. ഇവിടെ റബ്ബ് ചെയ്യുന്നത് ഒരു അടിവരയിട്ട് ഒരു അണ്ടർലൈനിട്ട് ഇവിടെ ലേണിംഗ് അൺലേണിംഗ് പ്രീ ലേണിംഗ് ഇപ്പോഴത്തെ ശ്രദ്ധ അതാണല്ലോ. കുട്ടികൾ മനസ്സിലാക്കണം, അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അഥവാ പണ്ട് കാലത്തൊക്കെ അമേരിക്കയിലെ ഫ്യൂച്ചറിസ്റ്റ് ഒരു സാഹിത്യകാരൻ പറഞ്ഞു ഓർക്കുന്നു, 21-ാം നൂറ്റാണ്ടിലെ അജ്ഞത എന്ന് പറഞ്ഞാൽ എഴുതാനറിയിക്കാതിരിക്കലല്ല,
വായിക്കാനല്ല, മറിച്ച് ലേണിംഗ് നിന്ന് അൺലേണിംഗിലേക്ക് എത്തണം, ലേണിംഗിലേക്ക് എത്തണം ാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ സൗരയൂഥത്തിന്റെ കേന്ദ്രബിന്ദു ഭൂമിയാണെന്ന് പറഞ്ഞു. അതൊരു ലേണിംഗ് ആയിരുന്നു. പിന്നെ ഒന്നുകൂടി അവർ അൺലേണിംഗ് നടത്തി. അവർ അത് ചോദ്യം ചെയ്തു, അതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ അവർ തിരുത്തേണ്ടി വന്നു. അവർ റീലേണിംഗ് നടത്തിക്കൊണ്ട് പറഞ്ഞു ഭൂമി തട്ടുകളല്ല, അത് ഖുർആൻ മുമ്പ് പറഞ്ഞതാണ്. ശരി, ഭൂമി ഗോളം ഉരുണ്ടിട്ടാണ്. അതുപോലെ തന്നെ കേന്ദ്രബിന്ദു ഭൂമിയല്ല, അത് സൂര്യനാണ്. ഇതൊക്കെ ഖുർആൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ പണ്ഡിതന്മാരും ഈ കാര്യത്തിൽ അത് തന്നെയാണ് മഹാനായ ഇബ്നു ബുർഹാൻ തങ്ങള് അവിടെ ولا بد لطالب العلم من المناظرة والمطارحة والمذاكرة. നമുക്ക് എന്നാണ്. അഥവാ നീ എനിക്ക് പറഞ്ഞു തരൂ, ഞാനത് ഓർത്തെടുക്കാം, ഞാൻ മറക്കാം. യു ടീച്ച് മീ, ഐ ക്യാൻ റിമെമ്പർ. എനിക്ക് ചൊല്ലി പഠിപ്പിക്കൂ, പലവട്ടം എഴുതിക്കൂ. ഞാനങ്ങനെ ഓർത്തെടുക്കാം. 10 കൊല്ലം 5 കൊല്ലം ഉസ്താദിനെ ചെയ്തിരുന്നു എന്നൊക്കെ ഓർത്തെടുത്തേക്കാം. അതേസമയം ഇൻവോൾവ് മീ, ഐ ക്യാൻ ലേൺ. എന്നത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അപ്പൊ എപ്പോഴേ ലേണിംഗ് ആവുകയുള്ളൂ, യഥാർത്ഥ പഠനമാവുകയുള്ളൂ എന്ന് ഇന്ന് മോഡേൺ കെമിസ്ട്രികൾ സയന്റിസ്റ്റുകൾ പറയുമ്പോൾ അതിന്റെ 800 കൊല്ലം മുമ്പ് സംഭാഷണം പാടില്ലല്ലോ, കിതാബ് പാടില്ലല്ലോ, എന്ന് പറഞ്ഞു. അപ്പൊ സഹാബാക്കളെല്ലാം അത് വല്ലാതെ അത്ഭുതത്തിന്റെ നോട്ടം നോക്കുകയായി. എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഹദീസിൽ കാണാം, മാ റഅയ്തു മിൻ അഹ്സന മിൻഹു മാ റഅയ്തു മുഅല്ലിമൻ അഹ്സന മിൻഹു വലാ ദറബനി വലാ ശതമനി വലാ സബ്ബനി വലാ നഹറനി വലാ ഖഹറനി. ഞാൻ പല അധ്യാപകരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയൊരു പ്രഗൽഭനായ ലോകത്ത് ഇത്രയും മാർഗാപുരുഷ അധ്യാപകൻ ഞാൻ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ നിസ്കാരത്തിൽ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ എന്നെ അടിച്ചിട്ടില്ല, ചീത്ത വിളിച്ചിട്ടില്ല, എന്നെ ഗൗരവ സ്വരത്തിൽ പെരുമാറിയിട്ടില്ല. മറിച്ച് അവിടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഉപദേശിച്ച ഇന്ന ഹാദിഹി സ്വലാ ലാ യസ്തുബി ഹാദാ, നിസ്കാരത്തിലൊന്നും പാടില്ല. ഇന്ന സ്വലാത്ത് ഇന്നമ തസ്ബീഹ് വ തക്ബീർ വ തക്ബീർ. നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിൽ തസ്ബീഹ്, ഹംദ്, തക്ബീർ, ദിക്ർ, സ്വലാത്തുകൾ ആയിരിക്കണം. ദിക്ർ കൊണ്ട് തുടങ്ങി അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി അസ്സലാമു അലൈക്കും എന്ന് സലാം വീട്ടുകളിൽ അക്ബറും എവിടെയും കാണാൻ കഴിയുമോ? അവിടുന്ന് ഈ ചോദ്യം അത് സദസ്സിന് യോജിച്ചതായിരുന്നില്ല. ആ മുഖത്തിന്റെ പ്രസരിപ്പൊന്ന് മാറി. ഇത് കേട്ട വല്ലാത്ത മാനസിക പ്രയാസം തോന്നി. എന്തായിരിക്കും ഇനിയുള്ള പ്രതികരണം? അല്ലാഹു റസൂലുള്ളാഹി വല്ല വിഷമവും വന്നുപോയോ, വല്ല പ്രയാസവും വന്നുപോയോ? എല്ലാം പിന്നോട്ട് മഹാനവറുകളെ നമ്മുടെ കഴിഞ്ഞുപോയ നേതൃത്വത്തെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അത് അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മഹാന ഇമാമുൽ ഷാഫി റളിയല്ലാഹു തആല തങ്ങൾ ഇറാഖിൽ നിന്നും മിസ്രിലേക്ക് വന്നപ്പോൾ ലൈത്ത് റളിയല്ലാഹുവിനെ കണ്ടിട്ടില്ല. ലൈത്ത് റളിയല്ലാഹു വഫാത്തായി. ലൈത്ത് റളിയല്ലാഹു വലിയ പണ്ഡിതനാണെന്ന് കേട്ടു. ഉടനെ തന്നെ മനസ്സിലാക്കി ഒരൊറ്റ വാക്ക് പറഞ്ഞു, അൽ ലൈത്തു അഖ്ബഹു മിൻ മാലിക് ലാകിൻ ദയ്യഹു അസ്ഹാബുഹു. എന്നെ ഉസ്താദ് ഇമാം ദാരിൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹുവിനേക്കാൾ എത്രയോ വലിയ മഹാനാണ് ലൈത്ത് റളിയല്ലാഹു. പക്ഷേ ലൈത്ത് റളിയല്ലാഹുവിനെ ശിഷ്യന്മാരെ വേണ്ടത്ര ഉപയോഗപ്പെടുത്തിയില്ല, മാർക്കറ്റിംഗ് നടത്തിയില്ല, പരിചയപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ് പരിഭവിക്കുക മാത്രമല്ല, മഹാനവറുകളോടെ പോയി സിയാറത്ത് ചെയ്തു. സിയാറത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളും സിയാറത്ത് ചെയ്യുന്ന പോലെ സ്ഥലത്ത് വന്ന ഒരു പാർട്ടിയല്ല, ഖുർആൻ ഖത്മ ചെയ്തു പോരുകയാണ്. ഖുർആൻ ഖത്മ ചെയ്യൽ കൊണ്ടും മതിയാക്കിയില്ല. നിങ്ങളെല്ലാം നമ്മുടെ മഹാന നേതൃത്വം ആരായിരുന്നു എന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ ഞാൻ ഓർക്കുകയാണ്. 1978 താജുൽ ഉലമയോട് ഞങ്ങളുടെ വലിയ ഉപ്പാപ്പ ഷാഹ് ഹമീദ് അൽ ബുഖാരി കുറിച്ച് ഉപ്പയോട് പറഞ്ഞത്, ഈ മാസം കാദിസ്ഥാനം വകെ 50,000 രൂപയ്ക്ക് എനിക്കറിയാം. അഥവാ ഈ വടക്കേ മലബാർ മുഴുവനും താജുൽ ഖാദി അന്ന് കാദിസ്ഥാനം വകെ 1928 50,000 രൂപ അന്ന് കിട്ടുമായിരുന്നുവെങ്കിൽ എത്ര ഏക്കർ ഭൂമി വാങ്ങാമായിരുന്നു? താജുമത്ത് ചെയ്തു. അല്ല, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇറക്കുന്നതിന്റെ പേരിൽ
എത്ര സാമ്പത്തിക നഷ്ടം താജുലമക്ക് സംഭവിച്ചിട്ടുണ്ട്. താജുലമന്റെ എത്ര പാകിസ്ഥാനത്ത് നിന്ന്, പക്ഷെ താജുലമ പതറിട്ടില്ല എന്നല്ല. താജുലമയുടെ ശേഷം നിങ്ങൾ മനസ്സിലാക്കണം. ഖാദിയാത്തിന്റെ ശൈഖാണ് ഇന്ന് ഈജിപ്തിലെ വലിയ പണ്ഡിതരിൽ മിനിസ്റ്ററാകുന്ന മഹാന ഉസാമ അസ്ഹരി ഈ 2 കൊല്ലം മുമ്പ് കേരളത്തിലെ ഷെയ്ഖാദം ഹദറത്ത് റളിയല്ലാഹു അൻഹുവാണ്. ഷെയ്ഖാദം ഹദറത്ത് റളിയല്ലാഹു ഉസ്താദ് ശംസുൽ അബ്ദുൽ വഹാബ് അൽ ഖാദിരിയാണ്. ശംസുൽ അബ്ദുൽ വഹാബ് അൽ ഖാദിരി ഉസ്താദ് ജൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു അതൊന്ന് കേട്ടപ്പോഴേക്ക് മഹാനായ ഉസാമ അസ്ഹരിക്ക് എന്തെന്നില്ലാത്തൊരു മുഖഭാവം മാറ്റം. അദ്ദേഹം ലോക തലത്തിൽ എല്ലാ ഇടങ്ങളിലും കാണാൻ കഴിയുമല്ലോ. അതേ സ്ഥാനത്ത് സഹീഹുൽ ബുഖാരിയിൽ 20 ചില്ലാനും സുലാഫിയാത്ത് കാണാൻ കഴിയുമല്ലോ. സുലാഫിയാത്ത് എന്നൊക്കെ പറഞ്ഞാൽ സഹീഹുൽ ബുഖാരി എന്താണെന്ന് മനസ്സിലാക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുഖാരി ഇമാമിന്റെ 3 റാവിമാര് മാത്രമാവുക എന്ന് പറഞ്ഞാൽ കൊല്ലം എത്രയുണ്ട്? മഹാനായ ഇബ്നു ഹജറുൽ ഹജർ മഹാൻ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ ജനിക്കുന്നത് ഹിജ്റ 196 അഥവാ 180 കൊല്ലത്തിന്റെ ഡിഫറൻറ്റ് ഇല്ലേ? എനിക്കും നിങ്ങൾക്കും സാധിയും ഏകദേശം. വെളിക്കൂട് ഉമർ ഖാദി റളിയല്ലാഹു തആല തങ്ങളുടെ കാലമായുള്ള വ്യത്യാസം. വെളിക്കൂട് ഉമർ ഖാദി റളിയല്ലാഹുവിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ ഉലൂമുൽ ഇസ്ലാം അന്വേഷണം നടന്നാൽ അവരുടെ ഉസ്താദ് ശംസുൽ ഹുദവി മുഹമ്മദ് മുസ്ലിയാർ, അവരുടെ ഉസ്താദ് ചാലാത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അവരുടെ ഉസ്താദ് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ, അവരുടെ ഉസ്താദ് ചെറിയബാവ മുസ്ലിയാർ, അവരുടെ ഉസ്താദ് ജൈനുദ്ദീൻ കമ്മിൽ റളിയല്ലാഹു, അവരുടെ ഉസ്താദ് വെളിക്കൂട് ഉമർ ഖാദി റളിയല്ലാഹു. അപ്പോൾ 9ാമത്തെ ഉസ്താദായിട്ടാണ് മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു വരിക. ഈ 9 ഉസ്താദ് എന്നാ ബുഖാരിയോ 8 തുസാരിയെ കാണാൻ കഴിയുള്ളൂ. ഒരൊറ്റ 2ാമത്തെ തുസാരി ബുഖാരിയെ കാണാൻ കഴിയുകയില്ല. അപ്പോൾ ബുഖാരി ഖുലാഫിയാത്ത് അഥവാ ബുഖാരി ഇമാം സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി ഞാനതൊന്നും പറഞ്ഞു തീർക്കരുത്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ അപ്പോൾ മഹാനായ ഉസാമ അസ്ഹരിക്ക് ഇത്രയും ഒരു ഉസ്താദ് അഥവാ സയ്യിദ് റളിയല്ലാഹു അൻഹു 2ാമൻ ഖാതിമത്തുൽ മുഹഖഖീൻ ഇബ്നു ഹജറുൽ ഹൈതമി എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന മസ്ജിദുൽ ഹറാമിലെ മുദരിസായിരുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹു നേരെ ഖുലാഫിയാത്താണ് മഹാനായ താജുലമക്ക് ലഭിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാണ് അദ്ദേഹം എന്തെന്നില്ലാത്ത വാങ്ങുന്നത്. ഒന്നുകൂടി മനസ്സിലാക്കട്ടെ. മഹാനായ താജുലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവർക്ക് ഖാദിയ തരീഖത്ത് കൊടുത്തത് മഹാന സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. അവർ താജുലമയുടെ കാലം എന്തായിരുന്നു? മഹാനായ ഉസ്താദ് ഇവരെ കുറിച്ചെല്ലാം നന്നായി പഠിക്കണം. അവരുടെ ജീവിതം മാതൃകയാക്കണം. അവരെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തണം. അതിനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അതുപോലെ തന്നെ അറിയപ്പെട്ട മകൻ സയ്യിദ് ഖുറത്തു സാദാത്ത് സയ്യിദ് ഫദൽ ഖുറത്തു തങ്ങൾ, അതുപോലെ താജുൽ ഉലമയുടെ ഭാര്യ സയ്യിദ് ഫാത്തിമ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോ അപ്പെ അവിടെ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിന്റെ സാരഥികളായിരുന്ന ഈ സ്ഥാപനത്തെ മഹാനായ പി എ ഉസ്താദ്, അതുപോലെ തന്നെ മറ്റ് ധാരാളം ചിന്താത്തി ഉസ്താദ് ഉസ്താദായിരുന്നു. അങ്ങനെ ധാരാളം ആളുകൾ ഇവിടുന്ന് വിട പറഞ്ഞു. അതുപോലെ തന്നെ സാഹിത്യത്തിലെ അബ്ദുൽ ഖാദർ ഹാജി അവരുടെ കുടുംബങ്ങൾ എല്ലാവരും തെരഞ്ഞെടുത്തു. 2ാമത്തേത് അത് നടപ്പിലാക്കുന്ന ആളുകളാണ്. അത് കൃത്യമായി നടപ്പിൽ വരുത്തുന്ന മാനേജ്മെന്റ് സംവിധാനമാണ്. 3ാമത്തേത് ഇതിന് പുറമേ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അതാണ് ഈ വേദിയിലെ ബഹുമാനിയായ അബൂബക്കർ ഹാജി അവരുടെ സഅദിയ പ്രത്യേകമായി ആദരിച്ചത്. അദ്ദേഹത്തെ ആദരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മുന്നിൽ നടത്താൻ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും മുന്നിൽ നടത്താനാണ് അബൂബക്കർ ഹാജി ശ്രമിക്കുന്നത്. സുൽഫാനി മിൻ ഉമ്മത്തി ഇദാ സലഹ الناس كلهم وإذا فسد الناس كلهم فلا هي العلماء والأمراء. Scholars and traders, പണ്ഡിതരും കച്ചവടക്കാരും എന്ന് പറയുന്ന ഒരു സമൂഹമാണ് വിശുദ്ധ ഇസ്ലാം ലോകത്തെത്തിച്ചതിന്റെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത്. രാജാക്കന്മാർ നാട് കടന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവർ ഊർജം പകർന്നത് അവരുടെ കൂടെ നിന്ന ആത്മീയ ഗുരുക്കളായിരുന്നു. പൂർവകാല ഇസ്ലാമിക ചരിത്രത്തിലെ ഏതു വലിയ രാജാക്കന്മാരെ പരിശോധിച്ചാലും ആത്മീയ ഗുരുനാഥന്മാരുടെ കൂടെ അവരുടെ പിന്നാലെ പോയിട്ടാണ് നമ്മൾ കാണുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ചരിത്രം സൃഷ്ടിച്ച അമീർ തൈമൂർ
തിമൂർ ലെങ്ക് എന്ന ഇന്ത്യൻ ചരിത്രകാരന്മാർ വിളിക്കുന്ന അമീർ തൈമൂർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടത്തിയ പോരാട്ടങ്ങൾ മുഴുവനും പരാജയമായിരുന്നു. അങ്ങനെ അദ്ദേഹം തിരുമിസിലെ സാദാത്ത് കുടുംബത്തിന്റെ വീട്ടിൽ ചെല്ലുകയും തനിക്കൊരു ഷെയ്ഖിനെ ആവശ്യപ്പെടുകയുമാണ്. ആ കുടുംബത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സഈദ് ബറക എന്ന് പറയുന്ന ഒരു സയ്യിദിനെ അവർ ഷെയ്ഖാക്കി കൊടുക്കുകയാണ്. ആ ഷെയ്ഖിന്റെ കാൽപാദത്തിന് കീഴിലാണ് താഷ്കണ്ടിലെ മൊസോളിയത്തിൽ അമീർ തൈമൂർ കിടക്കുന്നത്. ഷെയ്ഖിന്റെ ഖബറിന്റെ കാലിന്റെ ചുവട്ടിലായി ഞാൻ മരിച്ചാൽ എൻ്റെ തലയ്ക്ക് മേലെ എൻ്റെ ഷെയ്ഖിനെ മറവ് ചെയ്യണം എന്ന് അദ്ദേഹം വസിയത്ത് ചെയ്യുകയായിരുന്നു. അമീർ തൈമൂർ സയ്യിദ് ബറകയുമായുള്ള ബന്ധം സ്ഥാപിച്ചതിന് ശേഷം പിന്നെ നടന്ന എല്ലാ മുന്നേറ്റങ്ങളിലും വലിയ വിജയമാണ് നേടിയിട്ടുള്ളത്. അമീർ തൈമൂറിന്റെ പേരക്കുട്ടിയാണ് ലോക പ്രശസ്ത ആസ്ട്രോണമിസ്റ്റായ ഉലുബെ എന്ന് പറയുന്ന താഷ്കണ്ടിലെ ആസ്ട്രോളജിയുടെ വലിയ ഒബ്സർവേറ്ററി. നൂറിന്റെയും പ്രകാശങ്ങൾ ലോകത്ത് പരത്തുന്ന യുവ പണ്ഡിതന്മാർക്ക് സെനൽ കൊടുക്കുന്ന ഇന്നത്തെ സദസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗ്രാജുവേറ്റ്സ് ആണ്. ആ ഗ്രാജുവേറ്റ്സിനൊപ്പം ബഹുമാനരായ മാണിക്കോട്ട് ഉസ്താദ് അല്ലാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. പതിറ്റാണ്ടുകൾ നീളുന്ന ത്യാഗസമ്പൂർണമായ ജീവിതം നയിച്ച് ഈ രാജ്യത്തിന് വെളിച്ചം പകർന്ന മഹത്തുക്കളായ താജുൽ ഉലമ, നൂറുൽ ഉലമ, ഖുദ്ദസ സിർറുഹുമ, അല്ലാഹു അവരുടെ ദർജകൾ ഏറ്റുകൊടുക്കട്ടെ. ആ ഫിയൂദ് ബറകാത്തുകൾ അല്ലാഹു നമുക്ക് മുഴുവൻ ചൊരിഞ്ഞു തരട്ടെ. അവരുടെ പാവന സ്മരണയിൽ അവരെ ഓർത്തുകൊണ്ട് ആ ഓർമ്മയിലുള്ള ഊർജം ആവാഹിച്ചുകൊണ്ട് അതുപോലെ ഇനിയും ഏറെ പ്രവർത്തിക്കാനുള്ള അതിമഹത്തായ താല്പര്യവുമായാണ് നാം ഇവിടെ ഇരിക്കുന്നത്. സൻദ് വാങ്ങുന്ന യുവ പണ്ഡിതന്മാർ, അവരിലൂടെ നാം കാണുന്നത് ഈ മഹത്തുക്കളായ ബാബർ ഖാൻ എന്ന് പറയുന്ന മഹാരാജാവ്, അദ്ദേഹത്തിന്റെ ആ പാരമ്പര്യത്തിൽ തന്നെ വന്നിട്ടുള്ള മുഹീദ്ദീൻ അബുൽ മുളഫർ ഔറംഗസീബ് ആലംഗീർ, ഇന്നും ഇന്ത്യ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ പറയപ്പെടുന്ന വക്കീലും അമീനും മുൻസിഫും അദാലത്തും അസുലും നഖലും സനദും. ഇവിടെ നമ്മൾ ഈ വർഷം ലോ കോളേജ് ആരംഭിച്ചിട്ടുണ്ട്. ആ ലോ കോളേജിൽ ക്ലാസ് എടുക്കുന്നത് ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും പഠിച്ചു പുറത്തു വരുന്നത് ആരാണെങ്കിലും അവരെല്ലാം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു ഭാഷ അറബിയാണ്. അറബിയിലുള്ള പദങ്ങൾ നിറയെയാണ് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിലുള്ളത്. കാരണം ഔറംഗസീബ് ആലംഗീറാണ് ആ നിയമവ്യവസ്ഥക്ക് അടിത്തറ വാങ്ങിയത്. മുസ്ലിം പണ്ഡിതന്മാരാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്നതുകൊണ്ടാണ്. അങ്ങനെ ഡൽഹിയിൽ നിന്ന് തെക്കോട്ട് വന്ന് വടക്ക് കന്ദഹാർ മുതൽ തെക്ക് മധുര വരെ ഭരണം നടത്തിയ ഔറംഗസീബ് ഇന്ത്യയെ ഒരു വലിയ രാജ്യമായി മാറ്റുകയായിരുന്നു. സ്വന്തം തൊപ്പി തുന്നിയും ഗ്രന്ഥം പകർത്തി എഴുതിയുമുള്ള വരുമാനം കൊണ്ട് ജീവിക്കുകയും പൊതുമുതലിൽ നിന്ന് ഒന്നും തന്നെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തു. മാതൃകയായ ഔറംഗസീബ് ഇന്ത്യയുടെ നടുത്തളത്തിൽ ഔറംഗാബാദിലേക്ക് വന്ന് അവിടെ കേന്ദ്രമാക്കി അവിടെ മസ്ജിദിന്റെ മുന്നിലെ മണ്ണിൽ കിടക്കുന്ന ഔറംഗസീബ് പറഞ്ഞത് എന്താ ഹിന്ദിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആലംഗീരിയ എന്ന് പറയുന്ന വലിയ കേസ് സ്റ്റഡീസ് സമാഹരിച്ചത് ഔറംഗസീബ് ചക്രവർത്തിയായിരുന്നു. അങ്ങനെ അവർ ഓരോരുത്തർ നോക്കിയാലും നമുക്ക് അവരുടെ കൂടെ ഒരു ആത്മീയ ഗുരുവിന്റെ നേതൃത്വം കാണാം. 600 വർഷം ലോകമടക്കി ഭരിച്ച ഉസ്മാനിയ ഖിലാഫത്തിന്റെ അവർക്ക് ആത്മീയമായ ശക്തി കൊടുത്തത് ഏറ്റവും തുടക്കത്തിൽ മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ആയിരുന്നു. വലി ബൈറാൻ, വലി മെഹ്റാൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഔലിയാക്കന്മാരുടെ തുർബ നമുക്ക് അവരുടെ ഭരണകൂടങ്ങളോട് ചേർന്ന് കാണാം. കേരളത്തിൽ നിന്ന് പോയ സയ്യിദ് ഫضل ബുഖാരി തങ്ങൾ, മഹാനായ മമ്പ്രങ്ങളുടെ പ്രിയപുത്രൻ മൗലിദ് ദവീല ഫസിൽ പാഷ എന്ന പേരിൽ നമുക്ക് ടോപ്പ് ക്യാമ്പിൽ ചെന്നാൽ ഹമീദുദ്ദീൻ ഖാൻ എന്ന് പറയുന്ന ആ ഉസ്മാൻ എന്ന് എഴുതിയിട്ട് അത് കേരളത്തിൽ നിന്ന് പോയ മഹാനായ സയ്യിദ് അവர்களായിരുന്നു. അങ്ങനെ പണ്ഡിതന്മാരെയും ആത്മീയ ഗുരുക്കളെയും കൂടെ നിർത്തി ഭരണാധികാരികളും കച്ചവടക്കാരും നടത്തിയിട്ടുള്ള മുന്നേറ്റത്തിലൂടെയാണ് ലോകത്ത് വിശുദ്ധ ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്.
നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള അറബ് കച്ചവടക്കാർ, അവരോടൊപ്പം വന്നിട്ടുള്ള പണ്ഡിതന്മാർ, ആ മാതൃക തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇന്നും. കച്ചവടക്കാർ നാട് വിട്ടു പോകുമ്പോഴൊക്കെ ഒരു ഉസ്താദിനെ കൊണ്ടുപോകും അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ, പിന്നെ അവിടെ ഇമാമത്ത് നിൽക്കാൻ, നോമ്പിന് തറാവീഹ് നടത്താൻ, മയ്യിത്ത് പരിപാലനത്തിന് നേതൃത്വം കൊടുക്കാൻ. അത് സംഘടനകളായി മാറുകയും അങ്ങനെ വലിയ പ്രസ്ഥാനങ്ങളായി ഉയരം കൊള്ളുകയുമാണ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾക്ക് വലിയ നേതൃത്വം കൊടുത്തിട്ടുള്ള മഹാനായ നൂറുൽ ഉലമ, അല്ലാഹുവിന്റെ ദർജകളെ പെരുമാറാകട്ടെ. ആ പ്രകാശം അല്ലാഹു നമ്മിൽ സന്നിവേശിപ്പിക്കുമാറാകട്ടെ. നൂറുൽ ഉലമയുടെ കത്തുകൾ, നൂറുൽ ഉലമയുടെ സഞ്ചാരങ്ങൾ, മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കും യാത്ര ചെയ്യുന്ന കച്ചവടക്കാരെ, പ്രത്യേകിച്ച് ഈ കാസർഗോഡിന്റെ കടലോര മേഖലകളിൽ നിന്ന്, പടന്നയുടെയും അതുപോലെ തൃക്കരിപ്പൂരിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് സഞ്ചരിച്ച കച്ചവടക്കാർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ട് വളരെ തുടക്കകാലത്ത് തന്നെ സംഘാടനം നടത്തി. അങ്ങനെ കച്ചവടക്കാരന്റെ താല്പര്യങ്ങളെ ദീനിയായ താല്പര്യങ്ങളാക്കി മാറ്റിയിട്ട് നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണം മാത്രമാണ് ജാമിയ സഅദിയ. ഈ സഅദിയക്ക് ഇന്ന് കൂടെ നിൽക്കുന്ന, ഇതിന് കെട്ടിടങ്ങൾ ഉണ്ടാക്കി തരുന്ന, വിദ്യാർത്ഥികളുടെ ഭക്ഷണങ്ങൾ കൊടുക്കാൻ സഹായിക്കുന്ന ഈ സഅദിയയുടെ വലിയ വികസനം ഒരിക്കലും തന്നെ നൂറുൽ ഉലമയുടെ ഭൗതിക ലോകത്തു നിന്നുള്ള ആ ഒരു യാത്ര കൊണ്ട് സഅദിയയുടെ വികസനം അവസാനിച്ചിട്ടില്ല, അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. മഹാന്മാർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രത്യേകമായ ഒരു ഔദാര്യമാണ്, അല്ലാഹു കൊടുക്കുന്ന കറാമത്താണത്. ജീവിതകാലത്ത് ചെയ്തതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ അവരുടെ മരണശേഷവും അവരുടെ തസവ്വുഫാത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവരെ ആളുകൾ സ്നേഹിക്കുന്നു, അവരെ സ്നേഹിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും സപ്പോർട്ടുകൾ ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളെ ആദരിക്കുക എന്ന് പറയുന്നത് അത് വിശുദ്ധ ഇസ്ലാമിന്റെ അതിനു മുമ്പും കാണിച്ചു തന്നിട്ടുള്ളതാണ്. സമൂഹത്തിൽ കരുത്തുള്ള, സമൂഹത്തിന് സേവനം ചെയ്യുന്ന കവികളെയും ഗ്രന്ഥകാരന്മാരെയും എഴുത്തുകാരെയും ചിന്തകന്മാരെയും സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വലിയ പ്രാർത്ഥനകൾ കൊടുത്തുകൊണ്ട്, ഷാളണിയിച്ചുകൊണ്ട്, അതുപോലെ ആദരിച്ച് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കണ്ട് മറ്റുള്ളവർക്കും മാതൃകയാവുകയും എല്ലാം ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനരായ അബൂബക്കർ ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാരും പരിസരത്തുള്ള ആളുകളുമായി ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതില്ല. കള്ളങ്കോട് ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഞാൻ ജനറലായി ഒരു പണക്കാരന്റെ ഒരു ദൗത്യത്തെ മാത്രമേ ഇവിടെ ഓർമ്മപ്പെടുത്തിയതാണ്. അദ്ദേഹം ഈ സ്ഥാപനത്തിന് പ്രത്യേകമായി നൽകിയിട്ടുള്ള വലിയ കോൺട്രിബ്യൂഷനുകൾ, കെട്ടിടം ഉണ്ടാക്കി കൊടുക്കുന്നത്, അതുപോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അല്ലാഹുവിന്റെ വലിയ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മരണശേഷം എന്തെങ്കിലും ബാക്കിയാകണം. സമ്പത്ത് ഒരുപാട് ഉണ്ടാക്കിയാൽ അതെല്ലാം നമ്മൾ മരിക്കുന്നതോടുകൂടി മറ്റുള്ളവരുടെ കയ്യിലേക്ക് പോവുകയാണ്. നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നത് നാം നാടേക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളതാണ്. അതാണ് സ്വതത്വത്തുൽ ജാരിയ. അല്ലാഹ് മനുഷ്യൻ മരിച്ചാലും മരിക്കാത്ത കാര്യം അവരുടെ സ്വതത്വത്തുൽ ജാരിയ ആണ്. ആ കെട്ടിടങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം, അതിൽ നിന്ന് പഠിച്ചവർ വീണ്ടും പഠിപ്പിക്കുന്ന കാലത്തോളം അനുസൃതമായി ആ സ്വതത്വ ജാരിയായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള വലിയ സംഭാവനകൾ ഒരുപാട് ചെയ്തിട്ടുള്ള, സാമൂഹിക രംഗത്ത് നല്ല തിളക്കമാർന്ന സേവനങ്ങൾ ചെയ്യുന്ന ഹാജി സാഹിബിന് അല്ലാഹു തആല നല്ല ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകുമാറാവട്ടെ, കൂടുതൽ ബറക്കത്തുകൾ നൽകുമാറാവട്ടെ എന്നാണ് നാം നൽകിയിട്ടുള്ള അവാർഡ്. ഹാജി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സ്കോളർ ആൻഡ് ചാർട്ടേഴ്സ് MA ഉസ്താദ് നൂറുൽ ഉലമയും കല്ലക്ഷയും എന്ന് പറയുന്ന ബന്ധങ്ങളാണ് ജാമിയ സഅദിയ എന്ന് പറയുന്ന ഈ മഹത്തായ സമുച്ചയത്തിന്റെ ആണിക്കല്ലുകൾ. ആ രണ്ടു പേരുകളും ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ആ രണ്ടു പേരുകൾക്കും പിന്നാലെ ഒരുപാട് ആളുകൾ ഇനിയും കടന്നു വരേണ്ടതുണ്ട്. അബ്ദുൽ ഖാദർ ഹാജിയുടെ ബഹുമാന്യമായ ആ പാത പിൻപറ്റിക്കൊണ്ട് ബഹുമാന്യരായ മായിൻ ഹാജി ഇവിടെയുണ്ട്. അദ്ദേഹം സാമൂഹ്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ധാരാളം ആളുകൾ ഈ വേദിയിലുണ്ട്. അവരെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് അബ്ദുൽ ഖാദർ ഹാജി അവരുടെ പേരിലുള്ള അവാർഡ് അബൂബക്കർ ഹാജി സ്വീകരിച്ചു. അല്ലാഹു തആല ആ മഹത്തുക്കളുടെ ഒരു ജീവിത പന്ഥാവിൽ അവരുടെയൊക്കെ ബറക്കത്തുകൾ പിൻപറ്റി ആരോഗ്യത്തോടെ ഇനിയും ഏറെക്കാലം സേവനം ചെയ്യാൻ അബൂബക്കർ ഹാജിക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ ഉലമാക്കളുടെയും നേതാക്കളുടെയും പ്രാർത്ഥനയുണ്ടാകും. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് അവസാനം ഈമാനോടെ മരിച്ച് സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂടാൻ അവർക്കും നമുക്കുമെല്ലാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നത് മഹാനായ ശൈഖുന നൂറുൽ ഉലമ MA ഉസ്താദ്
ഉസ്താദ് മോഹൻലാലോട്ട് ദർജയർക്കുമാറാവട്ടെ. ഇന്ന് അവിടുത്തെ ആണ്ടിൻ്റെ ദിവസമാണ്. അവിടുന്ന് വഫാത്തായതിന് ശേഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന നമ്മുടെ ആധികാരിക പണ്ഡിത സഭയ്ക്ക് നേതൃത്വം നൽകിയതിൻ്റെ പ്രസിഡൻ്റായി ആ സ്ഥാനമേറ്റെടുത്ത മഹാനായ സുലൈമാൻ ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ശൈഖുന ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് അല്ലാഹു തആല ഉസ്താദിൻ്റെ ദർജകൾ ഉയർത്തുമാറാവട്ടെ. ഉസ്താദിൻ്റെ ഇൽമിൻ്റെ നഫ്അ അല്ലാഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കും. താജുൽ ഉലമാ നൂറുൽ ഉലമാ മഹനീയ താരങ്ങൾ താങ്ങായി കണലും വിളിച്ചമേകിയ ഉന്നത നേതാക്കൾ. താജുൽ ഉലമാ നൂറുൽ ഉലമാ മഹനീയ താരങ്ങൾ താങ്ങായി കണലും വിളിച്ചമേകിയ ഉന്നത നേതാക്കൾ. ഇന്നീ ഭൂമിയിൽ ആത്മീയമായി അവരുണ്ട് കൂടെ. ഇനിയും തിരേന വളർന്നിടാനാ അവരുണ്ടിവിടെ. ഇന്നീ ഭൂമിയിൽ ആത്മീയമായി അവരുണ്ട് കൂടെ. ഇനിയും തിരേന വളർന്നിടാനാ അവരുണ്ടിവിടെ. സ്നേഹസഞ്ചാരങ്ങൾ ഇനിയും തുടരും പ്രയാണം. സ്നേഹസഞ്ചാരങ്ങൾ ഇനിയും തുടരും പ്രയാണം. സദിയാ 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 താജുൽ ഉലമാ നൂറുൽ ഉലമാ മഹനീയ താരങ്ങൾ താങ്ങായി കണലും വിളിച്ചമേകിയ ഉന്നത നേതാക്കൾ. താജുൽ ഉലമാ നൂറുൽ ഉലമാ മഹനീയ താരങ്ങൾ താങ്ങായി കണലും വിളിച്ചമേകിയ ഉന്നത നേതാക്കൾ. ഇന്നീ ഭൂമിയിൽ ആത്മീയമായി അവരുണ്ട് കൂടെ. ഇനിയും തിരേന വളർന്നിടാനാ അവരുണ്ടിവിടെ. ഇന്നീ ഭൂമിയിൽ ആത്മീയമായി അവരുണ്ട് കൂടെ. ഇനിയും തിരേന വളർന്നിടാനാ അവരുണ്ടിവിടെ. സ്നേഹസഞ്ചാരങ്ങൾ ഇനിയും തുടരും പ്രയാണം. സ്നേഹസഞ്ചാരങ്ങൾ ഇനിയും തുടരും പ്രയാണം. സദിയാ 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 താജുൽ ഉലമാ നൂറുൽ ഉലമാ മഹനീയ താരങ്ങൾ താങ്ങായി കണലും വിളിച്ചമേകിയ ഉന്നത നേതാക്കൾ. താജുൽ ഉലമാ നൂറുൽ ഉലമാ മഹനീയ താരങ്ങൾ താങ്ങായി കണലും വിളിച്ചമേകിയ ഉന്നത നേതാക്കൾ. ഇന്നീ ഭൂമിയിൽ ആത്മീയമായി അവരുണ്ട് കൂടെ. ഇനിയും തിരേന വളർന്നിടാനാ അവരുണ്ടിവിടെ. ഇന്നീ ഭൂമിയിൽ ആത്മീയമായി അവരുണ്ട് കൂടെ. ഇനിയും തിരേന വളർന്നിടാനാ അവരുണ്ടിവിടെ. സ്നേഹസഞ്ചാരങ്ങൾ ഇനിയും തുടരും പ്രയാണം. സ്നേഹസഞ്ചാരങ്ങൾ ഇനിയും തുടരും പ്രയാണം. സദിയാ 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 താജുൽ ഉലമാ നൂറുൽ ഉലമാ മഹനീയ താരങ്ങൾ താങ്ങായി കണലും വിളിച്ചമേകിയ
ഉന്നത നേതാക്കൾ താജുൽ ഉലമാ നൂറുൽ ഉലമാ മഹനീയ താരങ്ങൾ താങ്ങായി തണലും വെളിച്ചമേകിയ ഉന്നത നേതാക്കൾ ഇന്നീ ഭൂമിയിൽ ആത്മീയമായി അവരുണ്ട് കൂടെ ഇനിയും തിരേന വളർന്നിടാനാ അവരുണ്ടിവിടെ ഇന്നീ ഭൂമിയിൽ ആത്മീയമായി അവരുണ്ട് കൂടെ ഇനിയും തിരേന വളർന്നിടാനാ അവരുണ്ടിവിടെ സ്നേഹസഞ്ചാരങ്ങൾ ഇനിയും തുടരും പ്രയാണം സ്നേഹസഞ്ചാരങ്ങൾ ഇനിയും തുടരും പ്രയാണം സദിയാ സദിയാ സദിയാജിൽ ഉലമാ നൂറുൽ ഉലമാ മഹനീയ താങ്ങലും വെളിച്ചമേകിയ ഉന്നത നേതാക്കൾ താജുൽ ഉലമാ നൂറുൽ ഉലമാ മഹനീയ താരങ്ങൾ താങ്ങായി തണലും വെളിച്ചമേകിയ ഉന്നത നേതാക്കൾ ഇന്നീ ഭൂമിയിൽ ആത്മീയമായി അവരുണ്ട് കൂടെ ഇനിയും തിരേന വളർന്നിടാനാ അവരുണ്ടിവിടെ ഇന്നീ ഭൂമിയിൽ ആത്മീയമായി അവരുണ്ട് കൂടെ ഇനിയും തിരേന വളർന്നിടാനാ അവരുണ്ടിവിടെ സ്നേഹസഞ്ചാരങ്ങൾ ഇനിയും തുടരും പ്രയാണം സ്നേഹസഞ്ചാരങ്ങൾ ഇനിയും തുടരും പ്രയാണം സദിയാ 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 മറിയം ബോഡി ലോഷന് വെല്ലുന്ന ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCസിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCസിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services
as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.